ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഏറെ നാളായി കാത്തിരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് തസ്തികയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഈ തസ്തികയെപ്പറ്റി നമുക്ക് ധാരാളം കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അവിടെ യൂണിവേഴ്സിറ്റിയിലെത്തിയാൽ അതിൻ്റെ ജോലി സ്വഭാവം എങ്ങനെയായിരിക്കും, അവിടെ നമുക്ക് എന്ത് ശമ്പളമാണ് കിട്ടുക, പ്രൊമോഷൻ സാധ്യതകൾ എത്രയാണ്, പ്രൊമോഷൻ ലഭിക്കുവാൻ നമ്മൾ ഏതൊക്കെ ടെസ്റ്റുകൾ പാസ്സാകേണ്ടതുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സർവകലാശാലകളുടെ ഭാവി എങ്ങനെയായിരിക്കും, ഇങ്ങനെ അനേകം കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പറഞ്ഞു തരാൻ ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റൻ്റായി ജോലിയിൽ പ്രവേശിച്ച് സെക്ഷൻ ഓഫീസറായി റിട്ടയർ ചെയ്ത ഒരു എക്സ്പേർട്ട് നമ്മളോടൊപ്പമുണ്ട്, ഷാജി സാറ്. നമുക്ക് ആദ്യമായി ഷാജി സാറിനെ ഒന്ന് പരിചയപ്പെടാം. തുടർന്ന് നമ്മുടെ സംശയങ്ങൾ ഓരോന്നായി ഷാജി സാറിനോട് ചോദിക്കാം. അപ്പോൾ സാറേ, ആദ്യമായി നമ്മളുടെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തും. ഞാൻ ഷാജി കെ, MG യൂണിവേഴ്സിറ്റിയിൽ 21 വർഷത്തെ സേവനത്തിന് ശേഷം 2019 റിട്ടയർ ചെയ്തു. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ സർവകലാശാല അസിസ്റ്റൻ്റായി ജോലി ലഭിച്ചാൽ അവിടെ അതിൻ്റെ ജോലി സ്വഭാവം എങ്ങനെയാണ്, അവിടെ എന്ത് ജോലിയാണ് ഇവർ ചെയ്യേണ്ടത്? പ്രധാനമായും 4 വിഭാഗങ്ങളാണ് യൂണിവേഴ്സിറ്റിയിലുള്ളത്. ഓക്കെ. 1 അഡ്മിനിസ്ട്രേഷൻ, 2 എക്സാമിനേഷൻ, 3 അക്കാഡമിക്, 4 ഫിനാൻസ്, പിന്നെ പലവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, എൻജിനീയറിംഗ് യൂണിറ്റ്, ലൈബ്രറി, അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളും ഈ വിഭാഗങ്ങളും നമ്മൾ ജോലി ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ട് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായും സ്റ്റാഫിൻ്റെ സർവീസ് കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്. സ്റ്റാഫിൻ്റെ ശമ്പള പരിഷ്കരണ കാര്യങ്ങൾ, പേ ഫിക്സേഷൻ, അതുപോലെ സർവീസ് കാര്യങ്ങൾ, ഇതൊക്കെയാണ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത്. എക്സാമിനേഷൻ വരികയാണെങ്കിൽ കുട്ടികളുടെ അഡ്മിഷൻ പോലുള്ള കാര്യങ്ങൾ, അതായത് അഡ്മിഷന് ഇവർ സമർപ്പിക്കുന്ന QC, അതായത് ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റ്സ്, ഇതിൻ്റെ വെരിഫിക്കേഷൻ തുടങ്ങി പിന്നെ പരീക്ഷ നടത്തിപ്പ്, പിന്നെ വാല്യുവേഷൻ്റെ മേൽനോട്ടം വഹിക്കൽ, പിന്നെ കുട്ടികൾക്ക് ആവശ്യമാകുന്ന പല വിധത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ, ഇവരുടെ മാർക്ക് ലിസ്റ്റുകൾ തയ്യാറാക്കൽ, പിന്നെ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, റീവാല്യുവേഷൻ, അതായത് എക്സാം സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സെക്ഷനിലായിരിക്കും ഏതെങ്കിലും ഒരു സെക്ഷൻ മാറി, അതായത് നമ്മൾ ഈ ജോലി പൂർത്തിയാകുന്ന ഒരു 10 വർഷം അല്ലെങ്കിൽ 20 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് എല്ലാ സെക്ഷനിലും ജോലി ചെയ്യേണ്ടതായി വരും. അപ്പോൾ ഇതിൽ പിന്നെ പലരും ചോദിക്കുന്നൊരു കാര്യം, ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ PSCയിലൊക്കെ കയറുമ്പോൾ അവിടെ സെക്ഷൻ ഓഫീസർ, അണ്ടർ സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി, അണ്ടർ സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, ഇങ്ങനെയൊക്കെയുള്ള പ്രൊമോഷൻസ് ഉണ്ടല്ലോ. അതുപോലെ നമ്മളുടെ ഈ യൂണിവേഴ്സിറ്റികളിലെ ഇപ്പോഴുള്ള ആ ഒരു പ്രൊമോഷൻ്റെ ലെവൽ എങ്ങനെയാണ്? അതായത് യൂണിവേഴ്സിറ്റി ഏതാണ്ട് സെക്രട്ടേറിയറ്റ് പാറ്റേൺ തന്നെയാണ്. ഓക്കെ. അവിടെ സെക്രട്ടറി, അണ്ടർ സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി എന്നൊക്കെ പറയുന്ന പോലെ യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ, ഡെപ്യൂട്ടി രജിസ്ട്രാർ, ആ രീതിയിൽ ആ ഒരു തിയേറ്ററിലേക്ക് പോകും. ഇപ്പോൾ ഒരു എൻട്രി കാഡറിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക്, അതായത് വളരെ ചെറുപ്പത്തിൽ ജോലിയിൽ പ്രവേശിച്ചാൽ ഇദ്ദേഹത്തിന് 5 പ്രൊമോഷൻ കിട്ടും. 5 പ്രൊമോഷൻ ഉണ്ടാവും. അതായത് ടോപ്പ് ലെവൽ, അതായത് രജിസ്ട്രാർക്ക് തൊട്ട് താഴെ, രജിസ്ട്രാർ നേരിട്ടുള്ള നിയമനമാണ്, ജോയിൻറ്റ് രജിസ്ട്രാർ വരെ, അതായത് സെക്രട്ടേറിയറ്റിലെ ജോയിൻറ്റ് സെക്രട്ടേറിയറ്റിലെ ജോയിൻറ്റ് സെക്രട്ടറിക്ക് സമാനമാണ് ഇവിടെ ജോയിൻറ്റ് രജിസ്ട്രാർ. ഓക്കെ. പിന്നെ അസിസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ ഒരു പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത്, അതായത് നേരത്തെ പറഞ്ഞ പോലെ അക്കൗണ്ട് ടെസ്റ്റുകൾ പാസ്സാകണം, സെക്രട്ടേറിയറ്റ് മാനുവൽ പാസ്സാകണം, അതുപോലെ തന്നെ KSR, കേരള സർവീസ് റൂൾസ്, ഇതെല്ലാം പാസ്സായി കഴിഞ്ഞ് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണം. 1 വർഷം പ്രൊബേഷൻ. 1 വർഷം. പ്രൊബേഷൻ 1 ആണോ 2 ആണോ? 1 വർഷം. 1 വർഷം ഫലത്തിൽ 2 വർഷം, അങ്ങനെയാണത്. 2 വർഷത്തിനുള്ളിൽ 1 വർഷത്തെ സർവീസ്. ഓക്കെ, മനസ്സിലായി. അപ്പോൾ ആ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുക, അത് കഴിഞ്ഞാണ് പിന്നെ പ്രൊമോഷൻ വരും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വന്നതനുസരിച്ച് നമ്മൾ മറ്റേതിൽ പിന്നെ സെക്രട്ടേറിയറ്റ് മാനുവൽ, അതേ പാറ്റേണിലുള്ള പിന്നെ സെക്രട്ടേറിയറ്റ് മാനുവൽ പാസ്സാണ് ഞങ്ങൾക്ക് അത് തന്നെ. ഓക്കെ. യൂണിവേഴ്സിറ്റിക്കും അത് തന്നെ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ അസിസ്റ്റൻ്റായിട്ട് കയറുന്ന ഒരാൾക്ക് അയാൾ ഏത് സാലറി സ്കെയിലിലേക്കാണ് വിന്യസിക്കപ്പെടുക? ഇപ്പോൾ അവർ സാലറി സ്കെയിലൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, സാലറി സ്കെയിൽ പറയുന്നതോടൊപ്പം അവർക്ക് എന്ത് ശമ്പളമാണ് ലഭിക്കുക? അത് എൻട്രി കാഡറിൽ പേ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 39,300.
39,300. 83,000. 83,000. ഓക്കെ. 39,300 മുതൽ 83,000 വരെ അവിടെ ഓക്കെ മാക്സിമം അവിടെ സീൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബേസിക് പെയ്ഡ് ആണല്ലോ 39,300. ഈ ബേസിക് പെയ്ഡ് 4% HR ഹൗസ് റെൻ്റ് അലവൻസ്, 4% ആണ്. 22% ഡിയർനെസ് അലവൻസ്, ഇതെല്ലാം ചേർത്ത് ഏകദേശം 49,518 രൂപ കിട്ടും. ഇപ്പോൾ നമ്മൾ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകൾ പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു പേ റിവിഷൻ ഇപ്പോൾ ഡ്യൂ ആയിരിക്കുകയാണെന്ന് തോന്നുന്നു. പേ റിവിഷൻ സമയം കഴിഞ്ഞു. പേ റിവിഷൻ കൂടെ ഒക്കെ വരാനാണെങ്കിൽ ഏകദേശം 60 മേളിലേക്കൊക്കെ 55-60 ആവും. അതുപോലെ തന്നെ പിന്നെ DA എന്ന് പറയുമ്പോൾ നമ്മുടെ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾ കൊടുക്കുന്ന DA തന്നെ. പക്ഷെ ഇപ്പൊ കുറെ DA അനുവദിക്കാനും ഉണ്ട് അല്ലേ? ആ DA കൂടെ കിട്ടുമ്പോൾ കിട്ടാനുണ്ട്. അത് കിട്ടുമ്പോൾ അവസ്ഥ പിന്നെ 50+ ആകും ഇപ്പോഴത്തെ DA കൂടെ വന്നാൽ. ഓക്കെ. പിന്നെ ഇവിടെ ഉദ്യോഗാർത്ഥികൾ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, കാരണം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സമീപനങ്ങളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ ഈ അടുത്തടുത്തൊരു തീരുമാനം വിദേശ യൂണിവേഴ്സിറ്റികളെയും സ്വകാര്യ യൂണിവേഴ്സിറ്റികളെയും ഒക്കെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ മലയാള മണ്ണിലേക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പണ്ട് തൊട്ടേ കേരള യൂണിവേഴ്സിറ്റി, ഗാന്ധി യൂണിവേഴ്സിറ്റി, ഇങ്ങനെ കുറേ യൂണിവേഴ്സിറ്റികളുടെ പേര് പഠിച്ചു വന്ന നമ്മളിലേക്ക് വിദേശ യൂണിവേഴ്സിറ്റികൾ എത്തുന്നു, സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ എത്തുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നമ്മുടെ ഈ യൂണിവേഴ്സിറ്റികൾ താഴേക്ക് പോകുമോ? അങ്ങനെ ഒരു ഉത്കണ്ഠ കുട്ടികൾക്കുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഈ സർവകലാശാലകൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ അതായത് സാങ്കേതിക സർവകലാശാല, കുഹാസ്, അങ്ങനെ പല വിധത്തിലൊരു 10-12ഓളം സർവകലാശാല ഉണ്ട്. ഇത് കൂടാതെ ഈ സ്വകാര്യ വിദേശ സർവകലാശാല കൊണ്ടുവരുന്നത് ഒരു നയവൈകല്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ നമ്മുടെ യൂണിവേഴ്സിറ്റികൾക്ക് നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. അത് കുറേ കൂടി ഡെവലപ്പ് ചെയ്ത് നമ്മൾ കുറേ കൂടി അഡ്വാൻസ്ഡ് ആയാൽ അവരോട് പിടിച്ചു നിൽക്കുന്നൊരു പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ പഴയ ശൈലിയാണെങ്കിൽ, അതായത് ലാഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് താഴോട്ട് പോകും. വെല്ലുവിളി തന്നെയാണ് ഇതിന് മുന്നിൽ. നമ്മൾ പക്ഷേ അഡ്വാൻസ്ഡ് ആയിരിക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളെപ്പോഴും ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ ജാഗ്രത പാലിക്കും. നമ്മളിവിടെ എയ്ഡഡ് സ്കൂളുകൾ കൂടുതൽ, അൺഎയ്ഡഡ് സ്കൂളുകളൊക്കെ വരുമ്പോൾ എയ്ഡഡ് സ്കൂളുകൾ പോകുമെന്ന് കരുതിയിട്ട് പക്ഷേ കോമ്പീറ്റ് ചെയ്ത് നിന്നു. നമ്മൾ അത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന പോലെ നമുക്ക് പിടിച്ചു നിന്നേ പറ്റൂ. അപ്പം നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആകും. അത് സ്വാഭാവികമായിട്ട് ആ ഒരു മാറ്റം, അതിൽ വരുന്ന മാറ്റം ഇവിടെ അതൊരു പോസിറ്റീവാണ് അതിൻ്റെ, അല്ലേ? പുതിയ യൂണിവേഴ്സിറ്റി വരുമ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ വരുന്ന യങ് ബ്ലഡാണ്. അവർ വളരെ എനർജറ്റിക് ആണ്. അവർ മുന്നോട്ട് ചിന്തിക്കുന്നതാണ്. സാങ്കേതിക തലത്തിലൊക്കെ വളരെ മേന്മയുള്ള കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ആക്ച്വലി ഇപ്പോൾ ഇവർ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. പിന്നെ എപ്പോഴും പലരും ഇങ്ങനെ ചോദിക്കുന്നൊരു കാര്യമാണ്, ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ ആക്ച്വലി പിന്നെ നമ്മൾ അവിടുത്തെ സ്റ്റുഡൻസിൽ നിന്നും അധികം ഫീസൊന്നും വാങ്ങിക്കാറില്ലല്ലോ, അല്ലെ? ഫീസൊന്നും വാങ്ങാറില്ല, നോമിനലായിട്ടുള്ള ഫീസാണ്. അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങൾക്കും SC/ST വിഭാഗത്തിനും ഒക്കെ ഫീ കൺസെഷനും ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അവിടെ ഇത്രയും വളരെയധികം ഉദ്യോഗസ്ഥരുണ്ടാവുമല്ലോ. ഈ ഉദ്യോഗസ്ഥർക്ക് ആ ശമ്പളം കൊടുക്കുക, മറ്റു കാര്യങ്ങൾ, കണ്ടിജൻറ്റ് ചെലവുകളുണ്ട്. അപ്പോൾ ഇതിലേക്ക് വരുന്ന ഫണ്ട് എവിടെ നിന്നാണ് യൂണിവേഴ്സിറ്റികൾക്ക് കിട്ടുന്നത്? പ്രധാനമായും ഈ യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത് ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങളാണ്. സർക്കാരിൻ്റെ ഗ്രാൻഡിൽ പകുതിയിൽ കൂടുതൽ സർക്കാരിൻ്റെ ഗ്രാൻഡാണ്. പിന്നെ UGC ഗ്രാൻഡ്, പരീക്ഷ അല്ലെങ്കിൽ പല വിധത്തിലുള്ള ഫീസുകൾ, ഈ ഫീസുകളിൽ നിന്ന് ഉള്ള വരുമാനം, ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ പ്രശ്നമില്ല. അപ്പോൾ ഗ്രാൻഡാണ് പ്രധാനപ്പെട്ട, സർക്കാരിൻ്റെ സപ്പോർട്ടാണ് പ്രധാനം, അല്ലേ? കാരണം ഫീസ് അത്ര നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റില്ലല്ലോ. അത് പല യൂണിവേഴ്സിറ്റിയിലും പല രീതിയിലാണ്. അത് 150 കോടി കൊടുക്കുന്നതുകൊണ്ട് വാർഷിക ഗ്രാൻഡാണ്. 200 കോടി കൂടി കൊടുക്കുന്നുണ്ട്. 100-ന് മുകളിലാണ്. 100-ന് മുകളിൽ കോടി കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പം നമ്മൾ ഈ അടുത്ത് ഒരു വിവാദമൊക്കെ ഉണ്ടായതാണല്ലോ, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഫീസ് കുത്തനെ കൂട്ടിയപ്പോൾ അവിടെ സമരം ഉണ്ടാവുകയും പിന്നെ ഫീസ് കുറയ്ക്കേണ്ടി വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. കാരണം നമുക്കിപ്പോൾ മറ്റ് യൂണിവേഴ്സിറ്റികളെ പോലെ നമ്മുടെ കേരളത്തിലെ ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചിടത്തോളം ഫീസ് കുത്തനെ കൂട്ടിക്കൊണ്ടുപോകുക അസാധ്യമാണ്. പക്ഷേ അതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, അതായത് ദുർബല വിഭാഗങ്ങൾക്കെല്ലാം, അതായത് ഇക്കണോമിക്കലി ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന എല്ലാ തരം കുട്ടികൾക്കും എല്ലാത്തരം കൺസെഷൻസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫീ കൂടുതൽ കൊടുക്കേണ്ടി വരുന്നത് കുറേ കൂടെ സാമ്പത്തികം മെച്ചപ്പെട്ട വിഭാഗക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് വലിയ കുഴപ്പമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ഇപ്പോൾ ഈ ജെനുവിനെസ് വെരിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് അതിനൊക്കെ നല്ല ഫീ ആയി കിടക്കും. കാരണം നല്ല പണിയാണ്. പക്ഷേ യൂണിവേഴ്സിറ്റിയുടെ വരുമാനത്തിൽ ഒരു നല്ല പങ്ക് വഹിക്കുന്നത് ഇതുപോലുള്ള ഫീകളാണ്. പിന്നെ ഉദ്യോഗാർത്ഥികൾ അറിയാൻ ആഗ്രഹിക്കുന്നതിൽ പ്രത്യേകിച്ച് നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്,
ഇതിലുണ്ടാകാവുന്ന ഒഴിവുകളാണ് അവർക്ക്. കാരണം ഇപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, കമ്പ്യൂട്ടറൈസേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ അവിടെ വേക്കൻസികളൊക്കെ കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേ ഈ ഭാവിയിൽ, അത് മാത്രമല്ല നമ്മൾ ഈ റിട്ടയർമെൻറ്റിൻ്റെ ഒരു കണക്ക് വെച്ച് കണക്കൂടുമ്പോൾ അവിടെ ഇരുന്നിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ അറിയാൻ പറ്റുമല്ലോ. നമ്മളുടെ ഇനി ഈ ലിസ്റ്റിൻ്റെ കാലാവധിയുടെ ഒരു പീരീഡ് ഏകദേശം നമുക്ക് ഒരു 26 അവസാനം മുതൽ അങ്ങോട്ട് കൂട്ടാം. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ആ ഒരു 3 വർഷം ഈ യൂണിവേഴ്സിറ്റികളിൽ, ഇപ്പോൾ ജോലി ചെയ്തിരുന്ന ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക, കൂടുതൽ റിട്ടയർമെൻറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഈ 3 വർഷങ്ങളിൽ? ഇപ്പം തന്നെ ഞാൻ കയറിയ ലിസ്റ്റ്, അതായത് 96 ലിസ്റ്റാണ്. 96. അതിൽ തന്നെ ഇനിയും റിട്ടയർ ചെയ്യാൻ ആളുണ്ട്. അപ്പോൾ ഇത് പലപ്പോഴും മാസീവ് റിട്ടയർമെൻ്റ് ആകും. ഉണ്ടാകും. ഇപ്പോൾ ഈ 3 വർഷങ്ങളിലും അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത 2 വർഷത്തിലും ഉണ്ടാകും. മാസമായിട്ടുള്ള റിട്ടയർമെൻറ്റ് അത് പ്രതീക്ഷിക്കാം. മാത്രമല്ല, ഇപ്പോൾ ഇരിക്കുന്ന അസിസ്റ്റൻസ് അല്ലെങ്കിൽ ജീവനക്കാരെന്ന് പറഞ്ഞാൽ 2009 ലിസ്റ്റ് വന്നാണ്. ഓക്കെ. ഈ ഇപ്പോൾ 2009 2025 അപ്പോൾ 15 വർഷം കൊണ്ട് ഏജിലാണ് ഇപ്പോൾ വരുന്ന പിള്ളേരൊക്കെ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരുപാട് പ്രൊമോഷനുള്ള സ്കോപ്പ്. പ്രൊമോഷൻ്റെ കാര്യത്തിൽ വിഷമിക്കേണ്ട. കാരണം ആദ്യം സീനിയർ ഗ്രേഡ് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ, ഈ 2 തസ്തികയിലേക്കും വലിയ താമസം പിന്നെ വരും. പിന്നെ സെക്ഷൻ ഓഫീസർ ആകുന്നത് അത് റേഷ്യോ പ്രശ്നം. യങ്ങായിട്ട് കയറുന്ന ആളുകളാണെങ്കിൽ യങ്ങായിട്ട് കയറുന്നവരാണെങ്കിൽ ജോയിന്റ് രജിസ്ട്രാർ അവിടെ ജോയിന്റ് സെക്രട്ടറി അല്ല, സെക്രട്ടേറിയറ്റിലെ ജോയിന്റ് സെക്രട്ടറി തസ്തിക. ജോയിന്റ് രജിസ്ട്രാർ എന്ന് പറഞ്ഞാൽ അറൗണ്ട് 2.5 lakhs. 2.5 lakhs ശമ്പളം കിട്ടുന്നുണ്ട് അറൗണ്ട്. അപ്പോൾ നമ്മൾ സാറിൽ നിന്ന് കുറേ കാര്യങ്ങൾ അറിഞ്ഞു. എന്തായാലും ഒരു സ്വപ്ന ജോലി തന്നെയാണിത്. ഇപ്പോൾ എന്തൊക്കെ അപാകതകൾ പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും ഒരു സ്വപ്ന ജോലി തന്നെയാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പോലെ അതേ തലത്തിൽ നമുക്ക് പ്രൊമോഷൻസ് കിട്ടുന്നു. സാലറി 1,00,000. ആ 1,00,000 തന്നെ സാറിപ്പോൾ നമ്മളോട് പറഞ്ഞപ്പോൾ ഒരു കാര്യം നമ്മളോട് പറഞ്ഞിരുന്നു. ഇപ്പോൾ 22% DA ആണ് ലഭിക്കുന്നത്. ആ DAയിൽ എനിക്ക് തോന്നുന്നൊരു 13-14% DA കൂടി നമുക്ക് ലഭിക്കാനുണ്ട്. അപ്പോൾ ആ DA സർക്കാർ അടുത്ത ഇലക്ഷന് മുമ്പ് പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത്. അപ്പോൾ ആ DA വരുമ്പോൾ രംഗം മാറി. പിന്നെ അതിനുശേഷം ഒരു ശമ്പള പരിഷ്കരണം കൂടിയുണ്ട്. അതുകൂടെ നടപ്പാക്കപ്പെടുകയാണെങ്കിൽ 65,000-70,000 രൂപയിലേക്ക് കുതിക്കുന്ന ഒരു ശമ്പളമാണ് അവിടെ വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നമുക്കിപ്പോൾ ഡിഗ്രി ലെവലിലുള്ള നോട്ടിഫിക്കേഷനുകളുടെ ഒരു ചാകരയാണ് നമ്മുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അവിടെ എക്സൈസ് ഇൻസ്പെക്ടറുണ്ട്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഉണ്ട്, അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ഉണ്ട്, അതിലേക്ക് ഇപ്പോൾ സർവകലാശാല അസിസ്റ്റൻ്റ് കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു, അതുപോലെ തന്നെ അസിസ്റ്റൻസ് ജയിലർ കൂടെ വരികയാണ്. ഇങ്ങനെയുള്ള ഒരു പറ്റം നമുക്ക് വളരെ പ്രയോജനപ്രദമായ ഭാവിയിൽ ശോഭിക്കാൻ കഴിയുന്ന ഈ തസ്തികയിലേക്കുള്ള മത്സരത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, വളരെ ധീരമായി കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നവർക്ക് മാത്രമേ ഇത് നേടിയെടുക്കാൻ കഴിയൂ. അവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് വിജയം. ആ വിജയത്തിലേക്ക് കുതിക്കാം. അതിനുവേണ്ടിയുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുണ്ടാകണം. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഗുഡ് ബൈ.